തൃക്കുന്നപ്പുഴ പഞ്ചായത്ത് 6-ാം വാർഡിലെ ഈ കാണുന്ന 2 മുറികളുള്ള വീട്ടിൽ കഴിയുന്നത് 13 പേർ. വാർദ്ധക്യ സഹജമായ അസുഖം ബാധിച്ച 82-കാരനായ കൃഷ്ണൻ ഭാര്യയും മക്കളും കൊച്ചുമക്കൾക്കുമടക്കം 11 പേർക്കുമൊപ്പം കഴിയുന്നത് ഇവിടെയാണ്. ഇവരുടെ അവസ്ഥ വന്നുകണ്ടാൽ ആരെയും കണ്ണീരിലാഴ്ത്തും. മാനസിക വൈകല്യമുള്ള 6 മക്കൾ, ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച 2 മക്കൾ, അവരുടെ കുട്ടികൾ. ഇവർക്ക് വേണ്ടി വരുമാനം കണ്ടെത്തിയിരുന്ന 35 വയസ്സുകാരനായ മകനാവട്ടെ 2 വൃക്കകളും തകരാറിലായി ഡയാലിസിസിലൂടെ ജീവിതം തള്ളി നീക്കുന്നു. ഇതാണ് കൃഷ്ണന്റെ കുടുംബം. പ്രദേശവാസികളുടെയും സന്നദ്ധ സംഘടനകളുടെയും കാരുണ്യത്തിലാണ് ഇന്ന് ഈ കുടുംബം കഴിയുന്നത്. വൃക്കരോഗം ബാധിച്ച് കിടപ്പിലായ തന്റെ മകൻ ജയന്റെ അവസ്ഥയാണ് കൃഷ്ണനെ ഏറെയും തളർത്തിയത്. കൂലിപ്പണിയെടുത്താണെങ്കിലും കുടുംബഭാരമേൽക്കാൻ തയ്യാറായിരുന്നു ജയൻ. എന്നാൽ വിധി കനിഞ്ഞില്ല. ഇന്ന് മരണവുമായി മല്ലടിച്ചു കഴിയുന്ന ഈ യുവാവിന്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ അടിയന്തരമായി വൃക്ക മാറ്റിവെക്കണമെന്നാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജയനെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുന്നത്. ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് ഡയാലിസ് ഒരു സ്ഥിരമായി ചെയ്തു പോകാൻ പറ്റുന്ന ചികിത്സയല്ല, പിന്നെ സ്ഥായിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കിഡ്നി മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുമായി പൊക്കോളാനാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് ഗോമതി ഡോക്ടർ പറഞ്ഞേക്കുന്നത്. 2 കിഡ്നിയും വർക്കില്ല. അപ്പം ഇനി അത് ഏതെങ്കിലും ഒരു കിഡ്നിയെങ്കിലും മാറ്റി വെച്ചെങ്കിൽ മാത്രമേ ഈ യുവാവിന് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ആ സിറ്റുവേഷനിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിനായി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുന്ന ഈ കുടുംബത്തിന് ജയന്റെ ചികിത്സ എന്നത് ഒരു പ്രശ്നമാണ്. തൃക്കുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് കുമാർ, കാർത്തികപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി, ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നിവർ രക്ഷാധികാരികളായി. ജയനു വേണ്ടി ഒരു ചികിത്സാ സഹായ നിധി രൂപീകരിച്ച യൂണിയൻ ബാങ്ക് കാർത്തികപ്പള്ളി ബ്രാഞ്ചിൽ 617701009707 എന്ന നമ്പറിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. സന്മനസ്സുള്ളവർ ഒരുമിച്ച് കൈകോർത്താൽ ഒരുപക്ഷെ ഈ കുടുംബത്തിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്താം.